പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ലോകവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഇതിഹാസമായി മാറിയിരുന്ന കമ്മ്യൂണിസ്റ്റ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഫിദൽ കാസ്ട്രോയുടെ ജന്മശതാബ്ദി ദിനമാണ് 2026 ഓഗസ്റ്റ് മാസം 13. 1917 ലോകത്തിലാദ്യമായി സോവിയറ്റ് യൂണിയൻ ഉദിച്ചു വരികയും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങളിൽ കൊളോണിയൽ വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ അരങ്ങേറുകയുണ്ടായി. അതിൻ്റെ ഒരു ഉയർന്ന രൂപമായിരുന്നു 1949 ഒക്ടോബർ മാസം 1 ചൈനീസ് വിപ്ലവം. തുടർന്ന് നിരവധി രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൻ്റെ പാർട്ടിയായി മാറിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിപ്ലവ ഇതിഹാസം രചിച്ച ഒരു കൊച്ചു രാജ്യമാണ് ക്യൂബ. കേരളത്തിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പോലും ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നു ക്യൂബ. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൽ നിന്ന് 90 കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന ആ കൊച്ചു ക്യൂബ ജനങ്ങളാകെ ഒന്നായി അണിനിരത്തിക്കൊണ്ട് സോഷ്യലിസം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് 1959 മുതൽ ഇന്ന് 2026 ഓഗസ്റ്റ് മാസം വരെ നിലനിൽക്കുന്നത്. ഇതിനൊട്ടാകെ നേതൃത്വം കൊടുത്തത് ഫിദൽ കാസ്ട്രോയും അദ്ദേഹത്തിന്റെ സഹോദരൻ റൗൾ കാസ്ട്രോയും അവരോടൊപ്പം വന്നു ചേർന്ന ലോക വിപ്ലവകാരി സഹാവ് ചെ ഗുവേരയുമാണ്. ഈ ക്യൂബ എന്ന് പറയുന്ന കൊച്ചു രാജ്യം ഇന്ന് ക്യൂബയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 1,10,00,000 ആളുകളാണ്. കേരളത്തിൽ 3.5 കോടി ആളുകൾ വസിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ 1/3 മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചു രാജ്യം അമേരിക്കൻ കഴുകന്റെ എല്ലാ ആക്രമണങ്ങളെയും വെല്ലുവിളിച്ച് അതിനെയെല്ലാം തറപറ്റിച്ചുകൊണ്ടാണ് നിലനിന്ന് പോരുന്നത്. 1959 ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫിദൽ കാസ്ട്രോയും ചെഗുവേരയും അധികാരം പിടിച്ചെടുത്തു. ഇനി ഞങ്ങളങ്ങ് ഭരിച്ചുകൊള്ളാം, ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനം എങ്ങനെ പോയാലും ഞങ്ങൾക്കൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയായിരുന്നില്ല ഫിദൽ കാസ്ട്രോയും ചെഗുവേരയും. ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ക്യൂബ ചെയ്തിരുന്നു. 1959 ജനുവരി മാസം 1 ക്യൂബയിൽ ബാത്തിസ്തയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഫിദൽ കാസ്ട്രോ അധികാരത്തിൽ വരുമ്പോൾ തന്നെ അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ത് വില കൊടുത്തും ക്യൂബയെ തകർക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി CIA ഉപയോഗിച്ചുകൊണ്ട് അവർ കിണഞ്ഞ് പരിശ്രമിച്ചു. ചിലിയിലെ നെറൂദയെ കൊലപ്പെടുത്തിയതുപോലെ, സദാം ഹുസൈനെ കൊലപ്പെടുത്തിയതുപോലെ, ചിലിയിലെ തന്നെ ദേശീയ കവി, നോബൽ സമ്മാന ജേതാവ് പാബ്ലോ നെറൂദയെ കൊലപ്പെടുത്തിയതുപോലെ, അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ളയെ കൊലപ്പെടുത്തിയതുപോലെ ഫിദൽ കാസ്ട്രോയെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ അജണ്ടയല്ലാതെ മറ്റൊന്നും അമേരിക്കയ്ക്കില്ലായിരുന്നു. പക്ഷെ അതിലൊന്നും കൂസാതെ ആഫ്രിക്കയിലെ 17 രാജ്യങ്ങളുടെ വിമോചന സമരങ്ങളിൽ
ക്യൂബൻ വിപ്ലവകാരികൾ നേരിട്ട് പങ്കെടുക്കാൻ വേണ്ടിയുള്ള സമർത്ഥമായ നേതൃത്വമാണ് ഫിദൽ കാസ്ട്രോ നൽകിയിരുന്നത്. ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. നിരവധി രാജ്യങ്ങളിൽ, ആ രാജ്യങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അങ്കോളയായാലും ഘാനയായാലും സാംബിയയായാലും, ഇവിടെയെല്ലാം ക്യൂബ വിപ്ലവകാരികളെ, സൈനികരെ അയച്ച് വിപ്ലവ പ്രസ്ഥാനങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. ഫിദൽ കാസ്ട്രോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഒരു സാർവദേശീയ പ്രസ്ഥാനമെന്ന് നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത തന്നെ അതില് സാർവദേശീയ പ്രസ്ഥാനം എന്നതുകൊണ്ടാണ്. ഈ അടുത്ത കാലം വരെ, പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേർക്ക് ഇന്ത്യയിൽ CPIM അടക്കം മറ്റു പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്ന ആക്ഷേപം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക നേതാവായി ഉയരുന്നില്ല എന്നാണ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ സഹായിക്കുന്നില്ല എന്നാണ്. പക്ഷെ അവർക്ക് അതിനെല്ലാം നല്ല മറുപടി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ മറുപടി, ഞങ്ങളൊന്ന് സ്വന്തം കാലിൽ നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എന്താന്ന് വെച്ചാൽ, അമേരിക്കൻ സാമ്രാജ്യത്വം ചൈനയെയും തകർക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം നടക്കുകയാണ്. മറുവശത്ത് ചൈനയ്ക്കകത്ത് തന്നെ ടിയാനൻമെൻ സ്ക്വയർ വിപ്ലവം സംഘടിപ്പിച്ച ആ വലതുപക്ഷ ശക്തികൾ ഇന്ന് സജീവമായി നിലകൊള്ളുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ആഭ്യന്തരമായും വൈദേശികമായും ചൈനയ്ക്ക് നേർക്ക് ആക്രമണം നടക്കുമ്പോൾ, ചൈന എന്ന് പറയുന്ന അതിവിസ്തൃതമായ രാജ്യം, ചൈന എന്ന് പറയുന്ന ജനബാഹുല്യമുള്ള രാജ്യം സ്വന്തം കാലിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. അങ്ങനെ ഒരു ചർച്ചയും മറ്റും ലോക രാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാർവദേശീയ പ്രസ്ഥാനമാണ്, സംഘടനയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഫിദലിന്റെ മതം, ഫിദലിന്റെ ലക്ഷ്യം സാർവദേശീയത തന്നെയായിരുന്നു, മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആഫ്രിക്കയിലെ 17 രാജ്യങ്ങളിൽ വിമോചന സമരങ്ങളിൽ ക്യൂബയിലെ വിപ്ലവകാരികൾ അയച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആലങ്കാരികമായി നമുക്ക് പറയാൻ കഴിയുന്നത്, ഒരു ദ്വീപ രാഷ്ട്രം, ഒരു ദ്വീപ് എന്ന് പറയുന്ന ക്യൂബൻ രാഷ്ട്രം ലോകം ചുറ്റുന്ന ഒരു സമര നൗകയായി മാറിയിരുന്നു എന്നാണ് ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ക്യൂബ ഞെരിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 59 മുതൽ ക്യൂബയിലെ ഏറ്റവും വലിയ വ്യവസായവും ഉൽപ്പന്നവും കരിമ്പ് വ്യവസായമാണ്, പഞ്ചസാരയാണ് അവരുടെ ഏറ്റവും വലിയ ഉൽപ്പന്നം. ഉപരോധം ഏർപ്പെടുത്തുക ക്യൂബയ്ക്ക് ചുറ്റും. ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ക്യൂബ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര മറ്റ് രാജ്യങ്ങൾ വാങ്ങാതിരിക്കുക. അതിലൂടെ ക്യൂബയുടെ വരുമാനത്തിന്റെ സ്രോതസ്സിനെ അടച്ചുപൂട്ടുക. അതിനെ തുടർന്ന് ദാരിദ്ര്യവും പട്ടിണിയും ക്യൂബയിൽ അരങ്ങേറുക. ജനങ്ങൾ ക്യൂബൻ ഭരണാധികാരികൾക്കെതിരായി തിരിയും എന്നാണ് അമേരിക്കയെ പോലുള്ള വിഡ്ഢികൾ 1959 മുതൽ കരുതി പോന്നിരുന്നത്. പക്ഷേ ക്യൂബ അതിനൊന്നും വഴങ്ങിയില്ല. ആ വെല്ലുവിളികളെ മുഴുവൻ അതിജീവിക്കാൻ വേണ്ടിയുള്ള കൂട്ടുകെട്ടും സംഭാഷണങ്ങളും ചെഗുവേരയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ഫിദൽ കാസ്ട്രോ ലോകമൊട്ടുക്ക് സംഘടിപ്പിച്ചിരുന്നതാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതോടൊപ്പം വിപ്ലവാനന്തരം 1959 ക്യൂബയിൽ വിപ്ലവം പൂർത്തിയാവുകയാണ്. ഫിദൽ കാസ്ട്രോയും ചെഗുവേരയും അധികാരം കൈയാളുകയാണ്. ആ രാജ്യത്തിലെ നല്ലൊരു പങ്ക് ഡോക്ടർമാർ ഫിദൽ കാസ്ട്രോ അധികാരത്തിലെത്തിയത് ഉടൻ ആ രാജ്യം വിട്ടുപോവുകയാണ്. ഇവരെന്നാ പൂട്ടിക്കളയാമെന്നാണ്. പക്ഷേ ഫിദൽ കാസ്ട്രോ അതിന് മധുരമായി പ്രതികാരം വീട്ടിയത് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമായി ക്യൂബ മാറി. 2020-23 കാലഘട്ടത്തിൽ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ പിടിച്ചുലച്ചപ്പോൾ
ലോകത്തിൽ 50ഓളം വരുന്ന രാജ്യങ്ങളിൽ ഡോക്ടർമാരുടെ ടീമിനെ അയച്ച് കോവിഡ് രോഗികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിന് നേതൃത്വം കൊടുത്തത് ഫിദൽ കാസ്ട്രോയുടെ ക്യൂബയല്ലാതെ മറ്റൊരു രാജ്യമല്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർമാർ രാജ്യം വിട്ടുപോയി വിപ്ലവാനന്തരം. ഫിദൽ കാസ്ട്രോ അതിന് മധുരമായി പ്രതികാരം വീട്ടിയത് ഡോക്ടർമാരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്. ലാറ്റിൻ അമേരിക്കൻ സ്കൂൾ ഓഫ് മെഡിസിൻസ് എത്രയായിരം ഡോക്ടർമാരെയാണ് ഇങ്ങനെ പഠിപ്പിച്ച് സജ്ജരാക്കി പുറത്തേക്ക് വിടുന്നത്. ക്യൂബയിൽ ഫിദൽ കാസ്ട്രോ അധികാരത്തിൽ വന്ന ഉടൻ യൗവനകാലത്ത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഡിവൈഎഫ്ഐ രംഗത്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ഇന്ന് MA ബേബിയുടെ സുർജിത്തുമായി ക്യൂബയിൽ പോയതും ഫിദൽ കാസ്ട്രോയുമായി 3 മണിക്കൂർ സംസാരിച്ചതിന്റെ അനുഭവം എല്ലാ പത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. അന്ന് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെല്ലാം ക്യൂബ പോലുള്ള രാജ്യങ്ങളിൽ പോയി തിരിച്ചു വന്ന് ഞങ്ങളോട് സംസാരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യൂബ ഫിദൽ കാസ്ട്രോ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് അവർ നടത്തിയ ഏറ്റവും വലിയ ഒരു പരസ്യമെന്ന് പറയുന്നത് തൊഴിലില്ലാത്ത യുവാക്കൾ ക്യൂബക്കാർ ലോകത്തെവിടെയുണ്ടെങ്കിലും തിരിച്ചു വന്നോളണമെന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയുള്ള തൊഴിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരൂ എന്നുള്ള സന്ദേശമാണ് ക്യൂബ അന്ന് ക്യൂബയിലെ ജനങ്ങൾക്ക് ലോകമൊട്ടുക്ക് നൽകിയത്. ഇത്തരത്തിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് ലോകമൊട്ടുക്ക് നേതൃത്വം കൊടുത്ത മഹാനായ വിപ്ലവകാരിയായിരുന്നു ഫിദൽ കാസ്ട്രോ. അദ്ദേഹം നടത്തിയ വിപ്ലവങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹം വളർന്നു വന്ന വഴികളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് പോലെ ചരിത്രം ഇവരിലൂടെ എന്ന് പറയുന്ന എന്റെ പുസ്തകത്തിൽ ഫിദൽ കാസ്ട്രോയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഫിദൽ കാസ്ട്രോയെ സംബന്ധിച്ചും ചെഗുവേരയെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അത് ലൈഫ് ഹിസ്റ്ററിയാണ്, ജീവചരിത്രമാണ് അതിലൂടെ പ്രതിപാദിക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരു ജീവചരിത്രം പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല. ഈ ഫിദൽ കാസ്ട്രോ, ഞാൻ നേരത്തെ പറഞ്ഞത് ലോകത്തിലെ വിവിധങ്ങളാകുന്ന നേതാക്കന്മാരെ കൊന്നു തള്ളിയതുപോലെ ഫിദൽ കാസ്ട്രോയെ കൊന്നു തള്ളാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. ഇപ്പോ 1 വർഷമാകുന്നില്ലേ ഉള്ളൂ വെനിസുലയുടെ പ്രസിഡന്റ് മഡൂറ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സൈന്യം വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയി തടവിലടച്ചിരിക്കുകയല്ലേ. എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ കഴിയുന്ന ലോക ഊച്ചാളിയായി അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് മാറിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ ക്യൂബ പോവുകയല്ലേ. ഇറാന്റെ നേർക്ക് നടക്കുന്ന ആക്രമണം അതൊരു പരിധിവരെയായി. എങ്ങനെ ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നാണ് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നത്. ആ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 1 പ്രാവശ്യം പറഞ്ഞത് ക്യൂബയെ ഞങ്ങൾ വകവരുത്തും എന്നാണ്. ക്യൂബയെ ആർക്കും വകവരുത്താനാവില്ല. എന്താന്ന് വെച്ചാൽ ക്യൂബൻ ജനത ഒറ്റക്കെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകിൽ സോഷ്യലിസം അല്ലെങ്കിൽ മരണം എന്ന് മുഴുവൻ ജനങ്ങൾ ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു പറയുന്ന ഒരു രാജ്യമാണ് ക്യൂബ. അങ്ങനെ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തെ വാർത്തെടുക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് ഫിദൽ കാസ്ട്രോയാണ്. ഈ ഫിദൽ കാസ്ട്രോ അമേരിക്കൻ രഹസ്യ സംഘടന CIA കണ്ണിലെ കരടായിരുന്നു. എത്ര പ്രാവശ്യമാണ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? 634 പ്രാവശ്യം ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ വേണ്ടി അമേരിക്കൻ CIA ശ്രമിച്ചില്ലേ? അതിന്റെയൊക്കെ കണക്കുണ്ട്. ഓരോ പ്രസിഡന്റിന്റെ കാലത്തും എത്ര പ്രാവശ്യമാണ് ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഇന്നിപ്പോ 2-3 ദിവസമായി പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വലിക്കുന്ന ചുരുട്ട്, സിഗരറ്റിൽ വിഷം കടത്തി കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയില്ലേ? അദ്ദേഹം നീന്താൻ പോകുന്ന കായിക താരമായിരുന്നു. വിദ്യാഭ്യാസത്തിൽ പഠിത്തത്തിനേക്കാളേറെ ചൊവ്വനകാലത്ത് ഫിദൽ കാസ്ട്രോ ശ്രദ്ധിച്ചിരുന്നത് കായിക രംഗമാണ്. നീന്താൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ അതിൽ വിഷം കലർത്തി വെക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയില്ലേ? അദ്ദേഹം കിടന്നുറങ്ങുന്ന മുറിയിൽ വിഷവാതകം കടത്തിവിട്ട് കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയില്ലേ? 634 ways to kill Fidel.
അങ്ങനെ ഒരു പുസ്തകം തന്നെ ഉണ്ടായിട്ടുണ്ട് ബൈ ഫാബിയൻ. 634 മാർഗങ്ങൾ, ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ ഉപയോഗിച്ച 634 മാർഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം ഫാബിയൻ എസ്കലന്റ് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വാങ്ങിക്കാൻ കിട്ടും. ആ 634 പരിശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഇതിഹാസമായി, ഒരു കമ്മ്യൂണിസ്റ്റ് വിസ്മയമായി ഇന്ന് 100ാമത് വാർഷികം, ജന്മവാർഷികം ആഘോഷിക്കുന്ന ഫിദൽ കാസ്ട്രോ 90 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു പോയത്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികകാലം ഒരു രാഷ്ട്രത്തിന്റെ തലവനായി പ്രവർത്തിച്ചത് ഫിദൽ കാസ്ട്രോയാണ്. 49 വർഷവും ചില്ലറ മാസവും. രാജാക്കന്മാരുണ്ടായിരുന്നിട്ടുണ്ട്. വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രത്തെ നയിക്കാൻ കഴിയുന്ന, ദീർഘകാലം അധികാരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി ഫിദൽ കാസ്ട്രോ അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. 1959 ജനുവരി മാസം 1 ക്യൂബയുടെ പ്രസിഡന്റായി ഫിദൽ കാസ്ട്രോ ഉദിച്ചുയരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായമെന്ന് പറയുന്നത് വെറും 33 വയസ്സായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയായി വന്ന ഒരു വിപ്ലവകാരിയായിരുന്നു ഫിദൽ കാസ്ട്രോ. എത്ര വർഷം അദ്ദേഹം ഭരിച്ചു? 49 വർഷവും 8 ദിവസവുമാണ് ഫിദൽ കാസ്ട്രോ പ്രസിഡന്റായി ഭരിച്ചത്. 90 വയസ്സാവുമ്പോഴാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിയുന്നത്. ഏറ്റവും ദീർഘമായി ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം, ചരിത്രം എന്നെ കുറ്റക്കാരനല്ലെന്ന് വിധിക്കുമെന്ന പേരിൽ ബാത്തിസ്റ്റയുടെ കൊട്ടാരത്തിൽ കോടതിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെല്ലാം 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൌൺസിലിൽ ഫിദൽ കാസ്ട്രോ പ്രസംഗിച്ചത് 269 മിനിറ്റാണ്. എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറും 29 മിനിറ്റ്. വേറെ ആർക്ക് പറ്റും? സോഷ്യലിസവും മനുഷ്യനും, സോഷ്യലിസത്തെ സംബന്ധിച്ച്, ചേരിചേരാ നയത്തെ സംബന്ധിച്ച് ഏത് വേദിയിലായാലും ഫിദൽ കാസ്ട്രോ നടത്തുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ ദീർഘമേറിയ പ്രസംഗങ്ങളാണ്. ഫിദലിന്റെ അരനൂറ്റാണ്ട് കാലത്തെ ഭരണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ അരനൂറ്റാണ്ട് കാലത്തെ ഭരണത്തിനിടയിലാണ് 634 പ്രാവശ്യം ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ അമേരിക്കൻ CIA ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ അരനൂറ്റാണ്ട് കാലത്തെ ഫിദൽ കാസ്ട്രോയുടെ ഭരണം എന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരായ ഭരണമായിരുന്നു. ആ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഫിദൽ കാസ്ട്രോ തന്നെ പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ നമ്പർ 1 ശത്രു, ഞാനാണ് നിങ്ങളുടെ നമ്പർ 1 ശത്രു. ഈ പ്രഖ്യാപനം അദ്ദേഹം അമേരിക്കയുടെ 11 പ്രസിഡന്റുമാർക്കെതിരെ നടത്തേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ 11 പ്രസിഡന്റന്മാരാണ് ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് CIA വിട്ട് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 50 വർഷം ഭരണാധികാരിയായി 90 വയസ്സുവരെ ജീവിച്ച് ലോക വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് അത്ഭുതം തീർത്ത ഫിദൽ കാസ്ട്രോ ഒരു ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് വിസ്മയമല്ലാതെ മറ്റൊന്നുമല്ല. ആ ലോക വിപ്ലവകാരിയുടെ 100ാമത് ജന്മവാർഷികം ഇന്നിപ്പോ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു ടീം 10ഓളം വരുന്ന പാർട്ടി നേതാക്കന്മാർ ക്യൂബയിൽ ഫിദൽ കാസ്ട്രോയുടെ ജന്മവാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് KSKറ്റിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി സാഹ് ചന്ദ്രൻ പോയിട്ടുണ്ട്. മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി പോയിട്ടുണ്ട്. അതുപോലെ കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ബിജു കൃഷ്ണൻ പാർട്ടി PB അംഗം പോയിട്ടുണ്ട്. അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഹ ബെങ്കട്ട് പോയിട്ടുണ്ട്. നിരവധി ആളുകൾ ക്യൂബയിലെ വിപ്ലവകാരിയുടെ ജന്മശതാബ്ദിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആ ഫിദൽ കാസ്ട്രോയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇവരിലൂടെ എന്ന ഗ്രന്ഥത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജീവചരിത്രം മറ്റൊരു എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊള്ളാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ന് ഈ ആമുഖം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. സഹാക്കളെ ലാൽസലാം.